സിനിമാളിലേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ ആഴ്ചകളിൽ റിലീസ് ചെയ്യുകയും ഇപ്പോഴും തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന വമ്പിച്ച ഹിറ്റായി മാറി തീർന്ന ഒരു സിനിമയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഈ സിനിമ മലയാളത്തിലാണ് ഇറങ്ങിയതെങ്കിലും തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി അടക്കമുള്ള മറ്റെല്ലാ ഭാഷകളിലും ഒന്നിച്ചാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. ഒരു പാൻ ഇന്ത്യൻ സിനിമ എന്ന രൂപത്തിൽ തന്നെ ഈ സിനിമ വിജയിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രമുഖ താരമായിട്ടുള്ള ദുൽഖർ സൽമാനാണ് ഇതിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത്. അദ്ദേഹം തന്നെ ഒരു ഗസ്റ്റ് റോളിൽ ഈ ചിത്രത്തിൻ്റെ അവസാനത്തിൽ വരുന്നുണ്ട്. മാത്രമല്ല ഈ ചിത്രത്തോടുകൂടി അവസാനിക്കുന്നില്ല. ഇതൊരു പ്രത്യേക യൂണിവേഴ്സായി വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിലുള്ള യൂണിവേഴ്സുകൾ ഹോളിവുഡിലും മറ്റും DC യൂണിവേഴ്സ്, മാർവൽ യൂണിവേഴ്സ് എന്ന് തുടങ്ങി കോമിക് സൂപ്പർ ഹീറോകളുടെ യൂണിവേഴ്സ് അവിടെയുണ്ട്. അതിൽപ്പെട്ട സൂപ്പർമാനെക്കുറിച്ചിട്ടുള്ള ഒരു വിചാരം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാഴ്ച സിനിമയിൽ തന്നെ കഴിഞ്ഞ 2-3 എപ്പിസോഡുകൾക്ക് മുൻപ് ഞാൻ അവതരിപ്പിച്ചിരുന്നു. അതോർക്കുന്നുണ്ടാകുമെന്ന് കരുതുന്നു. അതേപോലത്തെയുള്ള സൂപ്പർ ഹീറോസ് അല്ലെങ്കിൽ സൂപ്പർ വുമൺ ആയിട്ടുള്ള കഥാപാത്രങ്ങളെ മലയാളത്തിൽ അവതരിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ മലയാളത്തിലെ നാടോടി കഥാപാരമ്പര്യങ്ങളിൽ നിന്ന് കൊണ്ടുവരികയാണ് ഇതിൻ്റെ നിർമ്മാതാക്കളുടെ അല്ലെങ്കിൽ ഇതിൻ്റെ തിരക്കഥാകൃത്തുക്കളുടെയും സംവിധായകൻ്റെയും ഉദ്ദേശം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത്തരത്തിൽ കള്ളിയങ്കാട്ട് നീലി എന്ന തെക്കൻ പാട്ടിലുള്ള ഒരു കഥാപാത്രത്തെ, ആ കഥാപാത്രം പിന്നീട് സി വി രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മയിൽ വരുന്നുണ്ട്, കടമറ്റത്ത് കത്തനാരുടെ കഥയിൽ വരുന്നുണ്ട്, പല സിനിമകളും സീരിയലുമായി വരികയുണ്ടായി, നാടകങ്ങളായി ഒക്കെ തന്നെ വരികയുണ്ടായി. അങ്ങനെ മലയാളിയുടെ മനസ്സിൽ ധാരാളമായി പടർന്നു നിൽക്കുന്ന ഒരു ഫോക്ലോർ. അതുപോലെ തന്നെയാണ് ചാത്തൻ, മറുത, ഒടിയൻ പോലുള്ള മറ്റ് കഥാപാത്രങ്ങളും മനുഷ്യാതീതമായി നിലനിൽക്കുന്നവർ. ഇവരെയെല്ലാം തന്നെ ഇതിൻ്റെ അടുത്ത ഭാഗങ്ങളിൽ നമുക്ക് കണ്ടുമുട്ടാൻ ചിലപ്പോൾ സാധിച്ചേക്കാം. ഇതിനെ സംബന്ധിച്ചുള്ള പല പഠനങ്ങളും ഇതിനിടയിൽ വളരെ ഗംഭീരമായ പഠനങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ ചില സുഹൃത്തുക്കൾക്ക് ഈ സിനിമ കണ്ട് വലിയ അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ട്. ചിലർക്കിതിൽ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ഉപയോഗം വൻതോതിൽ കാണിക്കുന്നതിൽ പ്രശ്നമുണ്ടായിട്ടുണ്ട്. ചിലർക്കിതിൽ ചോരയുടെയും വയലൻസിൻ്റെയും പ്രശ്നമുണ്ടായിട്ടുണ്ട്. തീർച്ചയായും അത്തരം പ്രശ്നങ്ങളൊക്കെ തന്നെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. ഇതിൽ ഏറ്റവും നല്ലൊരു പഠനം തുടക്കത്തിൽ തന്നെ ഡോക്ടർ ടി ശ്രീകുമാറിൻ്റേതായിട്ട് വരികയുണ്ടായി. പ്രത്യേകിച്ചും അദ്ദേഹം തെക്കൻ പാട്ടിനെ സംബന്ധിച്ച് ഗവേഷണം ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നീലിയുടെ ഒറിജിനൽ കഥ എന്താണ്, അത് എപ്രകാരമാണ് ഇപ്പോൾ, കാരണം ഫോക്ലോറാവുമ്പോൾ അല്ലെങ്കിൽ നാടോടി കഥ നമുക്കറിയാം പലതായി പറഞ്ഞ് അതിൽ നിന്ന് പല ഭാഗങ്ങളും കൂട്ടിച്ചേർക്കപ്പെടുകയും പല ഭാഗങ്ങളും നഷ്ടപ്പെടുകയെല്ലാം ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ളൊരു കഥയെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ, ഒരു പോസ്റ്റ് മോഡേൺ സാഹചര്യത്തിലും അതുപോലെ തന്നെ പോസ്റ്റ് ഹ്യൂമൻ സാഹചര്യത്തിലും അതെങ്ങനെയാണ് വരുന്നത് എന്ന ഒരു അന്വേഷണം അദ്ദേഹം നടത്തുന്നുണ്ട്. ആ അന്വേഷണത്തിൽ അദ്ദേഹം പല നിരീക്ഷണങ്ങളും പങ്കുവയ്ക്കുന്നുണ്ട്. സൗത്ത് വെസ്റ്റ് എന്ന പോർട്ടലിൽ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് വായിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ അൻവർ അരവിന്ദ്, IT പ്രൊഫഷണലും അതുപോലെ തന്നെ സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രവർത്തകനുമായിട്ടുള്ള അൻവർ അരവിന്ദ് ഈ സിനിമയുടെ മ്യൂസിക്കിനെ സംബന്ധിച്ച്, ഈ സിനിമയിലെ മ്യൂസിക് ജേക്സ് ബിജോയ് നൽകുന്ന ആ മ്യൂസിക്, അത് യൂട്യൂബിൽ ഏകദേശം 1 മണിക്കൂറിലധികം നീളം വരുന്ന രീതിയിൽ ഇതിൻ്റെ ഒറിജിനൽ സൗണ്ട് ട്രാക്ക് വ്യത്യസ്ത അതിൻ്റെ ഖണ്ഡങ്ങളായി, ഉദാഹരണത്തിന് വേൾഡ് ഓഫ് ലോക, ഇൻഫെർണോ, ഓർഗൻ മാഫിയ 1, ജാങ്കോ അൺചെയിൻഡ്, ദ കോസ്മോസ്, അങ്ങനെ ആ രീതിയിൽ അത് ലോകത്തേക്ക് തുറന്നു വിട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ലോക എന്ന പ്രപഞ്ചം, നേരത്തെ പറഞ്ഞ പോലെ ചാപ്റ്റർ 1 ഇപ്പോൾ വന്നിരിക്കുന്നു. അതിൻ്റെ പ്രപഞ്ചത്തിൻ്റെ ഒരു തുടക്കം പോലെയാണ്. ആ മ്യൂസിക് വളരെ പ്രധാനപ്പെട്ട ഒരനുഭവമാണെന്ന് ജേക്സ് ബിജോയ് തന്നെ അദ്ദേഹത്തിൻ്റെ പല അഭിമുഖങ്ങളിലും പറയുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള മുഹമ്മദ് ഷമീം ഇതിലെ യക്ഷി എന്ന് പറയുന്ന സങ്കല്പത്തിൽ, അതിലെ കാമന, രതി, പ്രതികാരം, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു പഠനം മുഹമ്മദ് ഷമീം നടത്തുന്നുണ്ട്. ഇതിനെല്ലാം ഉപരിയായി എനിക്ക് വളരെ സവിശേഷമായി തോന്നിയ ഒരു നിരീക്ഷണം ശ്രീ രൂപേഷ് കുമാറിൻ്റേതാണ്. അദ്ദേഹവും സിനിമാ നിരൂപണ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. നിരവധിയായ
ലേഖനങ്ങൾ, വളരെ വ്യത്യസ്തമായ ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ലേഖനം അല്ലെങ്കിൽ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നതിന് മുൻപ് ടി ശ്രീകുമാർ എഴുതിയതുപോലെ ഇതിലെ നീലിയുടെ കഥയിലെ സദാചാരത്തിനോടുള്ള സദാചാര അടിച്ചമർത്തലിൽ എപ്രകാരമാണ് നീലി അതിനോട് തിരിച്ചടിക്കുന്നത്, അല്ലെങ്കിൽ കുടുംബം എന്ന അല്ലെങ്കിൽ രാജ്യാധികാരം എന്ന പ്രശ്നത്തിനോട് ഒരു പ്രതികാരം എന്നുള്ള രീതിയിലോ അതല്ലെങ്കിൽ അതിനുള്ള ഒരു മറുപുറം എന്നുള്ള രീതിയിലോ നീലിയുടെ ചരിത്രത്തെ പഠിച്ച് അതിൽ നിന്ന് ആ ഒരു ഐഡിയോളജിയെ എന്തുകൊണ്ടാണ് ചോർത്തിക്കളഞ്ഞത് എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ രൂപേഷ് കുമാർ എഴുതുന്ന വളരെ നിർണായകമായ നിരീക്ഷണത്തിൽ ഇതിലെ നാച്ചിയപ്പ എന്ന് പറയുന്ന തമിഴും കന്നഡയും മലയാളമെല്ലാം മാറി മാറി സംസാരിക്കുന്ന ആ ബാംഗ്ലൂർ നഗരത്തിലെ ആ ഒരു പോലീസ് ഓഫീസറെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇതിലെ നീലി അല്ലെങ്കിൽ ചന്ദ്ര എന്ന് പറയുന്ന കഥാപാത്രം കടിക്കുന്നുണ്ട്. മറ്റു പലരെയും അത് വളരെ ലോ പ്രൊഫൈലിൽ പോകണമെന്നുള്ള നിർദ്ദേശങ്ങളെ ലംഘിച്ചുകൊണ്ട് പ്രത്യേക സാഹചര്യത്തിലാണ്. അങ്ങനെ കടിക്കുന്ന സമയത്ത് അയാളിലേക്ക് ഈ സൂപ്പർ പവർ ഒരു വൈറസ് പോലെ മാറുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട്? കാരണം അതിനുള്ള കാരണം ചന്ദ്ര അല്ലെങ്കിൽ നീലി പറയുന്നുണ്ട്. അയാളുടേത് ഒരു പ്യുവർ ബ്ലഡാണ്, അതായത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നില്ല, മദ്യം ഉപയോഗിക്കുന്നില്ല, ടീറ്റോട്ടലർ എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ അത്തരത്തിലുള്ള പരിശുദ്ധ രക്തം ഫാസിസ്റ്റ് കാലത്ത് അല്ലെങ്കിൽ നാസി കാലത്ത് ഹിറ്റ്ലറുടെയും അതുപോലെ തന്നെ നവഫാസിസത്തിൻ്റെ കാലത്ത് ഇന്ത്യയിലും ഒക്കെ തന്നെ പ്രചാരത്തിലുള്ള ഒരാശയമാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ അവർ തന്നെ മറ്റൊരു അധോലോകത്തെ അല്ലെങ്കിൽ അക്രമികളുടെയും അതുപോലെ തന്നെ വമ്പിച്ച അധോലോക മാഫിയയെയും അവർ വളർത്തുന്നുണ്ട്. അവരതിനുള്ളിലാണുള്ളത്. അതേ സമയത്ത് അവർക്ക് മുന്നോട്ട് വയ്ക്കാൻ ഇത്തരത്തിലുള്ള ഒരു പ്യൂരിറ്റാനിസം ഉണ്ട് താനും. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളെ കടിക്കുന്ന സമയത്ത് അയാൾക്ക് ഈ സൂപ്പർ പവർ ലഭിക്കുന്നു. അയാളെ തൽക്കാലത്തേക്ക് ഒരു കോഫിനിൽ, ഒരു ശവകുടീരത്തിൽ, ഒരു പേടകത്തിനകത്ത് അടച്ചു വയ്ക്കുന്നുണ്ടെങ്കിലും അയാൾ പുറത്തു വന്ന് കൂടായികയില്ല. മറ്റ് ദിനോത്സവം ഒക്കെ തന്നെ പുറത്തു വരുന്നത് പോലെ. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള തുറന്ന വായനകളിലേക്കും അതുപോലെ തന്നെ ഭാവനാ സാധ്യതകളിലേക്കും കൊണ്ടുപോകാൻ, പ്രത്യേകിച്ചും ഇതിൻ്റെ സംവിധായകൻ ഡൊമിനിക് അരുണും അതുപോലെ തന്നെ ഇതിൽ അഡീഷണൽ സ്ക്രീൻ പ്ലേയും ഡ്രാമറ്റർജിയും ചെയ്തിട്ടുള്ള ശാന്തി ബാലചന്ദ്രൻ എന്നിവരുടെ പങ്ക് വളരെ നിർണായകമാണ്. അതുപോലെ തന്നെ ദുൽഖർ സൽമാൻ്റെയും നിർമ്മാണത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വളരെ സവിശേഷമായ രീതിയാണ്. കാരണം ഈ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് വരെയും ഇത്തരത്തിലൊരു സിനിമ ഇറങ്ങാൻ പോകുന്നു എന്നോ അതിനെ സംബന്ധിച്ചുള്ള വലിയ കുട്ടിഘോഷങ്ങളൊന്നും തന്നെ PR എക്സസൈസ് ഒന്നും തന്നെ നമ്മൾ അറിഞ്ഞിരുന്നില്ല. പെട്ടെന്ന് ഈ സിനിമ വരികയും അതുപോലെ തന്നെ അതിൻ്റെ പലപ്പോഴും പല നഗരങ്ങളിലെയും കേരളത്തിലെ പ്രധാന നഗരങ്ങളിലെയും ഏറ്റവും പ്രധാന തിയേറ്ററിന് അല്ല ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ളത്, രണ്ടാമത്തെ തിയേറ്ററാണ് കിട്ടിയത്. പക്ഷേ അവിടെ നിന്ന് മറ്റ് തിയേറ്ററുകളിലേക്ക് അത് പടരുകയും ഇപ്പോഴും ആളുകൾ ആകർഷിക്കുകയുമാണ്. 16 വയസ്സിന് മേലെയുള്ളവർക്കുള്ള സിനിമയാണെങ്കിലും നിരവധി കുട്ടികൾ ഈ സിനിമയ്ക്ക് വരുന്നുണ്ട്. മാത്രമല്ല ഒരു കുട്ടിയെ 7 വയസ്സുള്ള ഒരു കുട്ടിയെ മറന്നുപോയതുപോലും ഇതിനിടയിൽ പറയുകയുണ്ടായി. അപ്പോൾ ഇത് മിത്തുകളുടേതായ ഒരു കാലഘട്ടത്തിൽ വളരെ ദേശീയമായ എന്ന് കരുതപ്പെടുന്ന മിത്തുകൾ, രാമായണവും മഹാഭാരതവും അടക്കമുള്ള പുരാണ കഥകളെ നമ്മൾ ആദ്യം തൊട്ടേ കൊണ്ടുവരുന്നതാണ്. അതിനെ സംബന്ധിച്ചുള്ള ദേശീയമായ ആഖ്യാനങ്ങൾ ഇന്ത്യയിൽ നിറയുമ്പോൾ, അതല്ലെങ്കിൽ RRR പോലുള്ള സിനിമകളും കാന്താര പോലുള്ള സിനിമകളും നമ്മുടെ തെക്കേ ഇന്ത്യയിൽ നിന്ന് വരികയും ഒക്കെ ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ മലയാളികളുടെ മുഴുവൻ എന്ന് പോലും പറയാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു പ്രത്യേക അവസ്ഥയിൽ, പ്രത്യേകിച്ചും തെക്കൻ തിരുവിതാംകൂർ അല്ലെങ്കിൽ മധ്യ തിരുവിതാംകൂറിൻ്റെ അപ്പുറമുള്ള തെക്കൻ ഏരിയകളിൽ, തെക്കൻ മേഖലകളിൽ പ്രചാരത്തിലുള്ള കഥകളിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് മോഡേൺ അല്ലെങ്കിൽ ഒരു പുതിയ കാലഘട്ടത്തിൻ്റെ ഹീറോ, ഒരു സൂപ്പർ ഹീറോയെ, അതും ഒരു സ്ത്രീയായ സൂപ്പർ ഹീറോയെ കൊണ്ടുവരികയും അതിലേക്ക് നമ്മളുടെ ശ്രദ്ധ ആകർഷിക്കുകയും ഇതുപോലെ ഈ രൂപേഷ് കുമാർ അടക്കമുള്ളവർക്ക് നടത്താൻ കഴിയുന്ന തുറന്ന വായനകൾ, അവരുടേതായ രീതിയിലുള്ള സൂക്ഷ്മ വായനകൾക്ക് ഉള്ള ഒരു പ്രതലം സിനിമയുടെ പുതിയ ഭാഷയിലൂടെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിനന്ദനാർഹമാണ്. അതുകൊണ്ട് തന്നെ ഇത് നിലനിൽക്കുന്ന വളരെ മിനുസമായ നമ്മളുടെ സിനിമകൾ, വളരെ മിനുസമായ നമ്മളുടെ മലയാളിത്തം തുളുമ്പി നിൽക്കുന്നു, കേരളീയത തുളുമ്പി നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തരത്തിലുള്ള സിനിമകളുടെ നാളെ ഇത് ഏത് രീതിയിൽ പോകുമെന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഇതിലൊരു ഫോക്ക്ലോർ മാത്രമല്ല പ്രവർത്തിക്കുന്നത്, മലയാള സിനിമ എന്ന ഫോക്ക്ലോറും ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ മലയാള സിനിമ എന്ന ഫോക്ക്ലോറിൽ നിന്നാണ് പല കാര്യങ്ങളും ഇതിലേക്ക് വരുന്നത്. ഉദാഹരണത്തിന് നെസ്ലൻ്റെ കഥാപാത്രം അടക്കമുള്ളവർ രോമാഞ്ചം, ആവേശം,
പ്രേമലു പോലുള്ള സിനിമകളിൽ നിന്നാണ് വരുന്നത്. അവയവ മാഫിയ പോലെയും വില്ലന്മാർ പോലെയും ഇതെല്ലാം തന്നെ നമുക്ക് വളരെ പരിചിതമായി മലയാള സിനിമയിൽ നിന്നാണ് പരിചയമുള്ളത്. അത്തരത്തിൽ അവയവ മാഫിയ ഉണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിൽ അവയവങ്ങൾ എടുക്കാൻ കഴിയില്ല എന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇന്ന് ഹൃദയപൂർവ്വം സിനിമയെക്കുറിച്ചിട്ടുള്ള ഒരു വിമർശനത്തിൽ എഴുതി. അത് പങ്കുവെച്ച സമയത്ത് തന്നെ വൻ അറ്റാക്കാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതുണ്ട് എന്ന് നമുക്ക് കരുതേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹാരിസ് ചിറക്കൽ പറയുന്നത് തെറ്റാണോ എന്ന് തന്നെ അറിയില്ല. അപ്പോൾ എന്തായാലും സിനിമയിൽ ഇത് വളരെ സജീവമാണ്, ജോസഫ് പോലെയുള്ള സിനിമയിലൊക്കെ തന്നെ. ആ സജീവമായ ആ സിനിമയിലെ വിചാരങ്ങളിൽ നിന്ന്, അപ്പോൾ മലയാള സിനിമ എന്നതൊരു ഫോക്ലോറാണ്. ആ ഫോക്ലോറിൻ്റെയും ഒരു ഒരു എന്താ പറയുക, ആ സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആഖ്യാനം എന്നുള്ള രീതിയിൽ വരും നാളുകളിലും ഇത് നമ്മളെ ആവേശിക്കും, പല രീതിയിലും നമ്മളെ സ്വാധീനിക്കും എന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. അഭിവാദനങ്ങൾ.